സെയ്ഫ് അലി ഖാന്റെ ബാന്ദ്രയിലെ വസതിയായ ഹൈറൈസ് ബിൽഡിംഗിലേക്ക് പ്രവേശിക്കുന്ന ഫയർ എക്സിറ്റ് ഗോവണിയാണ് ആക്രമി ഉപയോഗിച്ചത്. ആക്രമണത്തിന് ശേഷം പ്രതി രക്ഷപ്പെടുന്നത് ഗോവണിയിലെ CCTVയിൽ വ്യക്തമായി പതിഞ്ഞു. ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്ന് വീടിനകത്ത് കയറിയ ആക്രമി സെയ്ഫ് അലി ഖാന്റെ ഇളയ മകൻ ജയയുടെ മുറിയിലെത്തി ആയ ഏലിയാമ ഫിലിപ്പിനെ ആക്രമിച്ചു. ശബ്ദം കേട്ടുണർന്ന സെയ്ഫും കുടുംബവും എത്തിയതോടെ 1 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടു. കുടുംബത്തെ സംരക്ഷിക്കുന്നതിനിടയിലാണ് സെയ്ഫിനും കുത്തേറ്റത്. CCTV വിശദമായി പരിശോധിക്കുന്നതിനിടയിൽ പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞു. ഇയാളെ വീട്ടിലുള്ള ജീവനക്കാരിൽ ഒരാൾക്കും അറിയാം. വീട്ടിലെ ആയ ഏലിയാമ ഫിലിപ്പിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. മറ്റു 3 ജീവനക്കാരെ വീണ്ടും ചോദ്യം ചെയ്യും. एक एक्यूज्ड आइडेंटिफाई हो चुका है. उसने स्टेयरकेस का यूज़ किया था, ये पता चला है. उस एक्यूज को अरेस्ट करने के लिए टीम्स फील्ड पर है. പ്രതിയെ പിടികൂടാൻ പോലീസിന്റെ 10 സംഘങ്ങളും ക്രൈംബ്രാഞ്ചിന്റെ 7 സംഘങ്ങളും സംസ്ഥാന വ്യാപകമായി അന്വേഷണം തുടരുകയാണ്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് ബോളിവുഡ് താരത്തിന് വീടിനകത്തു വെച്ച് കുത്തേറ്റത്. ആകെ 6 മുറിവുകൾ, അതിൽ 2 എണ്ണം ആഴത്തിലുള്ളതായിരുന്നു. കഴുത്തിനും കൈക്കും നട്ടലിന്റെ ഭാഗത്തും കുത്തേറ്റിട്ടുണ്ട്. സെയ്ഫിനെ ആക്രമിച്ച മോഷ്ടാവ് വീട്ടിലെ മറ്റ് ജോലിക്കാർ ഉണർന്നെന്ന് മനസ്സിലാക്കിയപ്പോൾ രക്ഷപ്പെടുകയായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ സെയ്ഫ് അലി ഖാന്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ്. അദ്ദേഹം ലീലാവതി ആശുപത്രിയിൽ ICUവിൽ നിരീക്ഷണത്തിൽ തുടരുന്നു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.